കനൗജ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഹുമയൂൺ ചക്രവർത്തിക്ക് തൻ്റെ രാജ്യവും തൻ്റെ കൊട്ടാരവും നഷ്ടപ്പെട്ടു. തൻ്റെ വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ പിതാവിന് പണ്ട് സംഭവിച്ച അതേ ദുരിതങ്ങൾ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിനും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ തൻ്റെ കുടുംബാംഗങ്ങളെയും കൊണ്ട് ഇന്ത്യ രാജ്യം ഉപേക്ഷിച്ച് നാട് വിട്ട് ഓടിപ്പോകുവാൻ ഹുമയൂൺ ചക്രവർത്തി തീരുമാനിച്ചു. പിന്നീടുള്ള 15 കൊല്ലക്കാലം അദ്ദേഹം ഒരു നാടോടിയെ പോലെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിനെ പോലെ തന്നെ രാജ്യവും വീടും കൊട്ടാരവും എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി കാട്ടിലും മരുഭൂമിയിലുമൊക്കെ അലഞ്ഞ് നടന്ന് 10-15 വർഷക്കാലം ഒളിവിൽ എന്ന പോലെ കഴിയാനുള്ള ദുരിതപൂർണമായ ഒരു അവസ്ഥാവിശേഷമായിരുന്നു അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അങ്ങനെ ഇന്ത്യ രാജ്യം വിട്ട് ഓടിപ്പോയ ഹുമയൂൺ ചക്രവർത്തി തൻ്റെ കുടുംബത്തോടൊപ്പം തൻ്റെ വിശ്വസ്തരായ ചില ഉദ്യോഗസ്ഥന്മാരെയും ഏതാനും സൈനിക മേധാവികളെയും സൈനികരെയും ഒക്കെ ഒപ്പം കൂട്ടിയിരുന്നു. ഹുമയൂൺ ചക്രവർത്തിയുടെ ദുരിതപൂർണമായ ഈ നാടോടി ജീവിത കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ അടിയുറച്ച വിശ്വാസത്തോടു കൂടി എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട്, എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട്, തങ്ങളുടെ യജമാനനെ സേവിച്ചുകൊണ്ട് ജീവിച്ച വിശ്വസ്തരായ ഈ പടയാളികളും ഉദ്യോഗസ്ഥന്മാരും കുടുംബവുമായിരുന്നു ഹുമയൂൺ ചക്രവർത്തിയുടെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ മധ്യേഷ്യയിലും പെർഷ്യയിലും ഒക്കെയായി തുടർന്നു വന്ന 10-15 കൊല്ലക്കാലം അലഞ്ഞു തിരിഞ്ഞു നടക്കാനായിരുന്നു ഹുമയൂൺ ചക്രവർത്തിയുടെ വിധി എന്ന് പറയുന്നത്. അങ്ങനെ മധ്യേഷ്യയിലും പെർഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ട് അലിഞ്ഞു തിരിഞ്ഞ് നടന്ന കാലത്ത് 1542 അമർകോട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ്റെ പേരാണ് അക്ബർ. അക്ബർ എന്ന് പറഞ്ഞാൽ മഹാനായ അക്ബർ ചക്രവർത്തി. പിൽക്കാലത്ത് അക്ബർ ദി ഗ്രേറ്റ്, മഹാനായ അക്ബർ ചക്രവർത്തി എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം പിടിച്ച നാമമാണ് അക്ബർ എന്ന് പറയുന്ന ഈ നാമം. ഒരുപക്ഷെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്നു അക്ബർ. മുഗൾ സാമ്രാജ്യം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന നാമമാണ് അക്ബർ. ഈ ഹുമയൂൺ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിക്ക് പോലും ഈ പുത്രൻ്റെ പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടാനായിരുന്നു ഒരു നിയോഗം എന്ന കണക്കിൽ മഹാനായ അക്ബറിൻ്റെ പിതാവ് എന്നതാണ് ഒരു മുഗൾ ഭരണാധികാരി എന്നതിനേക്കാൾ ഹുമയൂണിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും 10-15 വർഷക്കാലം നീണ്ടുനിന്ന തൻ്റെ അജ്ഞാത ജീവിതത്തിനും തൻ്റെ നാടോടി ജീവിതത്തിനും അറുതി വരുത്തിക്കൊണ്ട് ഒടുവിൽ അദ്ദേഹവും പരിവാരങ്ങളും പേർഷ്യയിലെ സഫാവിദ് രാജവംശത്തിൻ്റെ കൊട്ടാര സവിധത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ തഹ്മാപ്സി എന്ന് പറയുന്ന അന്നത്തെ ചക്രവർത്തി ഈ ഹുമയൂൺ ചക്രവർത്തിയെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും സ്വീകരിക്കും. അവിടെ വെച്ചാണ് ഹുമയൂൺ ചക്രവർത്തിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഹിന്ദുസ്ഥാനിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന ഹുമയൂൺ എന്ന് പറയുന്ന ചക്രവർത്തിയെയും പരിവാരങ്ങളെയും സഫാവിദ് രാജകുടുംബക്കാർ വളരെ രാജകീയമായി തന്നെ സ്വീകരിച്ചു. ഒരു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നീ നിലകളിൽ ഹുമയൂണിനെയും പരിവാരങ്ങളെയും എല്ലാവിധ ഭക്തി ബഹുമാനങ്ങളും നൽകി ആദരിച്ചുകൊണ്ടാണ് തൻ്റെ കൊട്ടാരത്തിൽ അവർ സ്വീകരിച്ചതും അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുത്തതും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതും. മാത്രവുമല്ല, ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സാമ്രാജ്യം അഥവാ മുഗൾ സാമ്രാജ്യം അത് തിരിച്ചു പിടിക്കാനും ഷെർഷാ സൂരിയുടെ സൂരി രാജവംശത്തെ രാജ്യത്ത് നിന്ന് തുരത്താനും പകരം മുഗൾ വംശം പുനഃസ്ഥാപിക്കാനുമുള്ള എല്ലാ സഹായവും സഫാവിദ് രാജാവ് ഹുമയൂൺ ചക്രവർത്തിക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അവിടെ വെച്ച് ഹുമയൂൺ ചക്രവർത്തി തൻ്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും, ഇന്ത്യയുടെ പുറം ഭാഗത്തും, മധ്യേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും പേർഷ്യയിലും ആയിട്ട് ചിന്നിച്ചെതറിപ്പോയ തൻ്റെ സൈനിക വിഭാഗങ്ങളെ
അദ്ദേഹം വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും ഈ സഫാവിദ് രാജവംശത്തിൻ്റെ രാജാക്കന്മാരുടെ സഹായത്തോടുകൂടി ഇവർക്ക് വളരെ സ്തുത്യർഹമായ പരിശീലനങ്ങൾ നൽകുകയും അങ്ങനെ ഒരിക്കൽ കൂടി തൻ്റെ സൈന്യത്തെ അദ്ദേഹം പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സർവശക്തിയും സംഭരിച്ച ശേഷം സഫാവിദ് ഭരണവംശത്തിൻ്റെ രാജാക്കന്മാരുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യാനും ഇന്ത്യയിലെ ഷേർഷാ സൂരി എന്ന് പറയുന്ന ഭരണാധികാരിയെ പുറത്താക്കി തൻ്റെ നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം, അതായത് മുഗൾ സാമ്രാജ്യം ഡൽഹിയിൽ പുനഃസ്ഥാപിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു. അതിന് അനുയോജ്യമായൊരു സംഭവവും ആ കാലത്ത് ഉണ്ടായി. അതായത് ഇന്ത്യയിലെ സൂര്യവംശത്തിൻ്റെ അധിപനായ ഷേർഷാ, അതായത് ബീഹാറിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ഷേർഷാ 1545 ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നു. അതോടുകൂടി ഇന്ത്യ രാജ്യം ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സുവർണാവസരമാണ് തൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ ഹുമയൂൺ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾ അനവധി കഴിഞ്ഞതിന് ശേഷമാണ് സുസജ്ജമായ ഒരു സൈന്യത്തോടുകൂടി ഹുമയൂൺ ചക്രവർത്തി ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തത്. ഏതായാലും അന്തരിച്ചു പോയ ഷേർഷാ സൂരി എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹമായ ഭരണാധികാരിയെ പോലെ പ്രാപ്തരായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചടക്കുക എന്നുള്ളത് അത്ര ക്ലേശകരമായ ഒരു കാര്യമായിരിക്കുകയില്ല എന്നൊരു തിരിച്ചറിവിന് ഇദ്ദേഹം വിധേയനാവുകയും അങ്ങനെ 1555 ഹുമയൂൺ തൻ്റെ പുനഃസംഘടിപ്പിക്കപ്പെട്ട സൈന്യവുമായിട്ട് ഇന്ത്യ രാജ്യത്തിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കാഹളം മുഴക്കി ഹിന്ദുസ്ഥാനിൽ എത്തിച്ചേർന്ന ഹുമയൂണിൻ്റെ പടയാളികൾക്ക് മുമ്പിൽ, സൈന്യത്തിന് മുമ്പിൽ അദ്ദേഹം കടന്നു പോകുന്ന വഴികളിലെ ചെറുതും വലിയതുമായ നാട്ടുരാജാക്കന്മാർ യാതൊരുവിധ എതിർപ്പുമില്ലാതെ കീഴടങ്ങി കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഡൽഹിയിലും ആഗ്രയിലും അന്ന് ഹുമയൂൺ ചക്രവർത്തിയുടെ സഹോദരന്മാരാണ് യഥാർത്ഥത്തിൽ ഭരണം നിർവഹിച്ചിരുന്നത്. ഷേർഷാ സൂരിയുടെയും അനന്തരാവകാശികളുടെയും സാമന്ത രാജാക്കന്മാരായി ഡൽഹിയിലും അതുപോലെ തന്നെ ആഗ്രയിലും ഭരണം നിർവഹിച്ചു പോന്നിരുന്ന തൻ്റെ സഹോദരന്മാരെ പരാജയപ്പെടുത്തി അവരെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഡൽഹി എന്ന് പറയുന്ന തൻ്റെ പഴയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഹുമയൂൺ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും എത്തിപ്പെട്ടത്. അങ്ങനെ എല്ലാവിധ ശത്രുക്കളെയും ഡൽഹിയിൽ നിന്നും ആഗ്രയിൽ നിന്നും സാമ്രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തുരത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഡൽഹിയുടെ അധിപനായി ഹുമയൂൺ ചക്രവർത്തി സിംഹാസനത്തിൽ ഏറിയിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി വിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെ ചെങ്കോലും സിംഹാസനവും അദ്ദേഹത്തിന് ലഭിച്ചു. ആ കിരീടം അദ്ദേഹം വീണ്ടും അണിയുകയാണ്. അപ്രകാരം ഒരിക്കൽ കൂടി മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ പുനഃസ്ഥാപിച്ചു എന്നതാണ് ചരിത്രം. അങ്ങനെ 10-15 കൊല്ലക്കാലം മധ്യേഷ്യയിലും പേർഷ്യയിലും കലഞ്ഞ് തിരിഞ്ഞ് നടത്തിയതിന് ശേഷം ശക്തനായി തിരിച്ചു വന്ന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനും സുശക്തമായൊരു ഭരണ സംവിധാനം ആ രാജ്യത്ത് നടപ്പിലാക്കാനും പ്രാപ്തനായതിനു ശേഷമാണ് അദ്ദേഹം ഒരു യഥാർത്ഥ മുഗൾ ചക്രവർത്തി എന്ന തരത്തിൽ ഇന്ത്യയിൽ ബഹുമാനിക്കപ്പെട്ടതും തുടർന്ന് അദ്ദേഹം ഭരിക്കപ്പെട്ടതും. ഏതായാലും ഒരുപാട് കാലത്തെ അലച്ചിലിനും കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ശേഷം വീണ്ടും മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായി അദ്ദേഹം അധികാരമേറ്റു. എന്നാൽ ആ അധികാരത്തിൽ അധികകാലം തുടരാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ അധികാരം പുനഃസ്ഥാപിച്ചതിന് ശേഷം കേവലം 1 വർഷം മാത്രമാണ് ചക്രവർത്തി ആയി ഇരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചത്. അതിനിടയിൽ ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അപകടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യാദൃച്ഛികമായിട്ട് വന്നുപെട്ട ഒരു അപകടമാണ്. അത് അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തിയതാണ് എന്നും പറയാം. ഏതായാലും ഹുമയൂൺ ചക്രവർത്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒരു ദിവസം സായാഹ്നത്തിൽ അദ്ദേഹം തൻ്റെ ലൈബ്രറിയിൽ വിശ്രമിക്കുകയായിരുന്നു. തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിലുള്ള ലൈബ്രറിയിൽ അഥവാ വായനശാലയിൽ അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് പുറത്ത് ആ മഗ്രിബ് ബാങ്ക് വിളി ഉയർന്നത്. അഥവാ മഗ്രിബ് പ്രാർത്ഥനയ്ക്കുള്ള ബാങ്ക് വിളി
ഉയർന്നു കേട്ടത്. അതോടുകൂടി പെട്ടെന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ധൃതി പിടിച്ച് തൻ്റെ വായനശാലയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ആ വായനശാലയുടെ കോണിപ്പടികൾ ഇറങ്ങുന്ന സമയത്ത് ധൃതിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും എത്രയും പെട്ടെന്ന് താഴെ എത്തുക, മസ്ജിദിൽ എത്തുക എന്നുള്ളതായിരുന്നു. ആ ഒരു ചിന്തയോടുകൂടി വളരെ ധൃതിപ്പെട്ട് അദ്ദേഹം ഈ കോണിപ്പടികൾ ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം കാല് തട്ടി തപ്പിത്തടഞ്ഞ് താഴോട്ട് വീഴുകയാണ് ഉണ്ടായത്. ആ വീഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ തലക്ക്, ശിരസിന് കാര്യമായ പരിക്കേറ്റു. തുടർന്ന് അബോധാവസ്ഥയിലായ അദ്ദേഹം കിടപ്പിലായി. ആ അബോധാവസ്ഥയിൽ നിന്ന് മുക്തി നേടാനാവാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ മരണത്തെക്കുറിച്ച് വിശ്വപ്രസിദ്ധനായ വിശ്വവിഖ്യാതനായ ചരിത്രകാരൻ ലെയ്ൻ പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പ്രകാരമാണ്: ജീവിതത്തിൽ ഉടനീളം തപ്പിത്തടഞ്ഞ ഹുമയൂൺ ചക്രവർത്തി തപ്പിത്തടഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്കും പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജീവിതത്തിൽ ഉടനീളം തൻ്റെ സാമ്രാജ്യം ഭരിച്ച കാലത്തും അജ്ഞാതവാസം നയിച്ച കാലത്തുമൊക്കെ ജീവിതത്തിലുടനീളം തപ്പിത്തടഞ്ഞ് മുടന്തി ചരിത്രത്തിലുടനീളം നടന്ന് ആ രീതിയിൽ പ്രശസ്തനായ നമ്മുടെ ഹുമയൂൺ ചക്രവർത്തി തപ്പിത്തടഞ്ഞുകൊണ്ട്, മറിഞ്ഞു വീണുകൊണ്ട്, തടഞ്ഞു വീണുകൊണ്ട് ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് പോയി അദ്ദേഹം മരണത്തെ പുൽകി എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ ഈ ലോകത്തെ തന്നെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയെ, ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വം ഈ ലോകമാകമാനം വാഴ്ത്തപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന മഹാനായ ഒരു ഭരണാധികാരിക്ക് തൻ്റെ സിംഹാസനം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഹുമയൂൺ ചക്രവർത്തി കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞത്. അദ്ദേഹത്തിന് അനന്തരാവകാശിയായ മഹാനായ ഭരണാധികാരിയുടെ പേരാണ് അക്ബർ, അഥവാ അക്ബർ ദി ഗ്രേറ്റ്, അല്ലെങ്കിൽ മഹാനായ അക്ബർ. കേവലം 13-ാമത്തെ വയസ്സിലാണ് മുഗൾ സാമ്രാജ്യത്തിന് അധിപനായി അദ്ദേഹം അധികാരമേറ്റത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.